എനിക്ക് എന്റെ പുരുഷനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ അമ്മ പറയുന്നത് ശരിക്കും ഫാമിലി ലൈഫ് സക്സസ്ഫുൾ ആവാനുള്ള, ഹാപ്പി ആവാനുള്ള നല്ലൊരു മരുന്നാണ്. പക്ഷേ ഇതിന്റെ താഴെ ആ മരുന്ന് ലഭിക്കേണ്ട രോഗികൾ കമന്റ് ചെയ്യുന്നതിനുള്ള സങ്കടം തോന്നും. ചില ജീവികൾ അപകടം പറ്റി കിടക്കുമ്പോൾ മരുന്നുമായി ചെല്ലുന്ന ആൾക്ക് നേരെ പരാക്രമം കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ. എന്തായാലും നിങ്ങൾ ഈ അമ്മ പറയുന്നൊന്ന് കേട്ടു നോക്ക്. ശേഷം ഞാൻ ചില പ്രധാന കാര്യങ്ങൾ പറയാം. എനിക്ക് എന്റെ പുരുഷനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ ബന്ധുക്കൾ, എന്റെ മകൻ, എന്റെ മരുമകള്, ഇതെല്ലാമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നിങ്ങൾ പലരും പറഞ്ഞു കേട്ടു ചെന്ന് കയറുന്ന വീട്, ചെന്ന് കയറുന്ന വീട്. ഞാനും ചെന്ന് കയറിയ ഒരു വീട്ടിൽ ജീവിച്ചവളാണ്. എന്താ ഈ ചെന്ന് കയറുന്ന വീട്? സ്വന്തം വീടാണത്. എന്റെ എന്ന് കരുതി അവിടെ ഒരു പ്രശ്നമില്ല. അന്യന്റെ ആയിട്ട് കാണുമ്പോഴാണ് അവിടെ ഒക്കെ പ്രശ്നം. ഇതിൽ അമ്മ പറയുന്നത് ചെന്ന് കയറുന്നയാളുടെ കാര്യമാണ്. എങ്കിലും അവരുദ്ദേശിക്കുന്നത് മരുമകൾ മാത്രമോ അല്ലെങ്കിൽ മകൻ മാത്രമോ അമ്മായി അമ്മ മാത്രമോ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവുക, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും. അവിടെ നമ്മുടെ മുമ്പിലുള്ള മാർഗം ഒന്നുകിൽ അതും പറഞ്ഞ് നമ്മളും തിരിച്ച് അങ്ങോട്ടൊന്നും സ്നേഹം കാണിക്കാതെ പരിഗണിക്കാതെ ഇങ്ങനെ വാശിയും മറ്റുമൊക്കെ കാണിച്ച് നടന്ന് ഒരു ദുരിതപൂർണ്ണ ജീവിതം നയിക്കാം. രണ്ടാമതൊരു മാർഗമുള്ളത്, അവരെന്തായാലും അങ്ങനെ ആയിപ്പോയി, ഇനി ഒരു ട്രിക്ക്, ഒരു പരിഹാരമുള്ളത് ഈ വൺ സൈഡ് ലവ് ഒക്കെ പോലെ ചെയ്യാം. അത് വളരെ എക്സ്പ്രസീവായിട്ട് ചെയ്യാം. അവരിങ്ങോട്ടില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് നന്നായി ചെയ്യാം. എക്സ്പ്രസീവ് ആയാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പല വിജയിച്ച വൺ സൈഡ് ലവിൻ്റെ ഒരു രഹസ്യം അത് വളരെ എക്സ്പ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഫാമിലിയിൽ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. വിജയിക്കും. ഓൾ ദി ബെസ്റ്റ്.